രാജ്യം ഉറ്റു നോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. അടുത്ത മാസം 6-ാം തീയതിയും 11-ാം തീയതിയുമായി 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം, വോട്ട് ചോരി യാത്ര, പിന്നെ SIR നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇലക്ഷൻ തന്നെയാണ്. നാഷണൽ പൊളിറ്റിക്സിൽ വലിയൊരു ഇംപ്ലിക്കേഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടാകും. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ 2 മുന്നണികളും പ്രധാനമായിട്ടും BJP നേതൃത്വം നൽകുന്ന NDAയും പിന്നെ അതുകൂടാതെ കോൺഗ്രസും RJDയും ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധനും നല്ല രീതിയിൽ തന്നെ ക്യാമ്പയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രശാന്ത് കിഷോർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടി വളരെ സജീവമായിട്ട് ഫീൽഡിലുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് RSSൻ്റെ ഇടപെടലായിരിക്കും. കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും RSSൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു. BJPയുടെ നിർണായകമായ വിജയങ്ങളിൽ ഇതിൽ വലിയൊരു പങ്ക് RSS വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം വലിയ രീതിയിൽ നിലയുറപ്പിക്കാൻ RSS തയ്യാറായിരുന്നില്ല. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല RSSൻ്റെ ഒരു പ്രവർത്തനങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുക, BJPക്ക് വേണ്ടി ജനങ്ങളെ അനുകൂലമായിട്ട് അവരുടെ ആ ഒരു ദിശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ കണ്ടു ആ റിസൾട്ട് BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം എല്ലാ വിഷയങ്ങളിലും ഒരു കൃത്യമായുള്ള ഇടപെടലുകൾ RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ RSSൻ്റെ ഒരു പങ്കാളിത്തം അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. കാരണം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്ത് നേരിട്ടത്. സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് ഹരിയാനയിൽ ഉണ്ടാകുമെന്നായിരുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേസ് എല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു ഗംഭീര വിജയം നേടാൻ, വീണ്ടും അധികാരത്തിലേറാൻ ഹരിയാനയിൽ BJPക്ക് സാധിച്ചു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും RSSന് തന്നെയായിരുന്നു. കാരണം RSSൻ്റെ സജീവമായുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് ലക്ഷ്യം എന്താണോ അത് കണക്കാക്കിയുള്ള പ്രവർത്തനം, അതാണ് ഹരിയാനയിൽ BJPക്ക് ഇത്രയും വലിയൊരു വിജയം നേടിക്കൊടുത്തത്. കാരണം ഈ സമീപകാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളൊന്നായിരുന്നു ഹരിയാനയിൽ BJP നേടിയത്. കാരണം എല്ലാവരും എഴുതി തള്ളിയ ഒരു പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു, ആൻറ്റി ഇൻകംബൻസി ഒന്നും ബാധിക്കാതെ വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിനുശേഷം മഹാരാഷ്ട്രയിൽ കണ്ടു, ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് മഹാരാഷ്ട്രയിൽ BJP സഖ്യം നേടിയത്. അതിന് പിന്നിലും RSSൻ്റെ വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 13 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ സ്വയംസേവകർ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു ആ ഒരു വലിയ വിജയം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലും BJP വിജയിച്ചത് RSSൻ്റെ ഒരു പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്. കെജ്രിവാളിൻ്റെ പാർട്ടിയെ പിഴുതെറിഞ്ഞ് ഒരു നിർണായക വിജയം നേടാൻ BJPക്ക് സാധിച്ചു. സ്വയംസേവകരുടെ വലിയ ഒരു റോള് ഡൽഹിയിലെ വിജയത്തിന് പിന്നിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി അടുത്ത ഊഴം വരുന്നത് ബീഹാറിലാണ്. കാരണം ബീഹാറിൽ ഏത് വിധേനയും BJP സഖ്യത്തെ, JDUയും BJPയും ഉൾപ്പെടുന്ന NDA അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് RSSൻ്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ RSS ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. മിഷൻ തൃശൂൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം ഇപ്പോൾ നിലവിൽ 20,000-ഓളം സ്വയംസേവകരാണ് ബീഹാറിലെ കർമ്മരംഗത്തുള്ളത്. വിവിധ സ്ഥലങ്ങളിലായിട്ട് അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. BJPക്ക് അനുകൂലമായി വോട്ടർമാരുടെ നിലപാടുകൾ എത്തിക്കുക, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി വോട്ടർമാരെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനൊപ്പം തന്നെ ഇനിയിപ്പം ദീപാവലി കഴിഞ്ഞാൽ കൂടുതൽ പ്രവർത്തകർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ പ്രവർത്തകർ ബീഹാറിലേക്ക് ഒഴുകുമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ RSS സംബന്ധിച്ച് ഏതു വിധേനയും ഇവിടെ ബീഹാറിൽ ഈ നിലവിലുള്ള ഭരണസഖ്യത്തിന് അധികാരം നിലനിർത്താനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ടാർഗറ്റ്. പ്രത്യേകിച്ച് 3 പോയിന്റ് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് RSS മുന്നോട്ട് പോകുന്നതെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഒന്ന്, നിലവിൽ അതൃപ്തിയുള്ള വോട്ടർമാരെ കണ്ടെത്തുക. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള അതൃപ്തിയാകാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള അതൃപ്തിയാകാം. എന്നിട്ട് അതിനനുസരിച്ച് ടാക്ടിക്സ് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് പ്രധാന വിഷയങ്ങൾ ബീഹാറിൽ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഏതാണെന്ന് കണ്ടെത്തുക, അതിനനുസരിച്ച് ക്യാമ്പയിനിങ്ങും അതുകൂടാതെ പ്രവർത്തനങ്ങളും സജീവമാക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, BJPയുടെ ശക്തി, അതായത് എന്താണ്, അതായത് ഏതൊക്കെ മേഖലയിലാണ് BJPക്ക് നിലവിൽ ശക്തിയുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് BJP നിലവിൽ ദുർബലമായി നിൽക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര ക്രിയകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചും RSS പ്രവർത്തകരുടെ ഈ ഇൻപുട്ട് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കറക്ഷൻ ഫോഴ്സ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ രാഷ്ട്രീയ
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സാധിക്കുന്നുള്ളത്. RSSൻ്റെ ഒരു റൂട്ട് നമുക്കറിയാം. കാരണം ബീഹാറിലൊക്കെ അത്രയും സ്വാധീനമുള്ള ഒരു സംഘടനയാണ്, ജനങ്ങളുമായിട്ട് എന്നും സംവദിക്കുന്ന, അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫാക്ടർ വളരെ നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ഇനിയിപ്പം അധികം സമയമില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പം ഈ ജൻസുരാജിൻ്റെ ആ ഒരു ആവിർഭാവം, പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ആവിർഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് BJP അവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP-JDU സഖ്യം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് യുവ വോട്ടർമാരിലും വനിതാ വോട്ടർമാരിലാണ്. നിലവിൽ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് നിതീഷ് പൊതുവെ അറിയപ്പെടുന്നത് വനിതാ വോട്ടർമാർക്കിടയിൽ വളരെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ്. പിന്നെ RSSൻ്റെയും BJP-യുടെയും പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് RSS വിവിധ ജാതി വിഭാഗക്കാർക്കിടയിൽ, വിവിധ സമുദായക്കാർക്കിടയിലൊക്കെ ഇറങ്ങിച്ചെന്ന് എന്തൊക്കെയാണ് വിഷയങ്ങൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ ഒരു പങ്ക് അത് വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബീഹാറിലെ ജനങ്ങളുടെ മനസ്സ് ഒപ്പിയെടുക്കാൻ പറ്റുന്ന സംഘടന എന്നുള്ള നിലയിൽ RSSൻ്റെ ആ ഒരു ചുവടുവയ്പ് വളരെ നിർണായകമായിരിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ പങ്കുവയ്ക്കാനുള്ളത്.